ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടെക് ആൻഡ് ട്രിക്സ് ഫോർ സ്റ്റുഡൻസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ടെക് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് വീട്ടിൽ എങ്ങനെ ഒരു മൊബൈൽ പ്രൊജക്ടർ ഉണ്ടാക്കാം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൊബൈലിൽ കാണുന്ന ഫോട്ടോസും സിനിമയും ഒക്കെ എങ്ങനെ നമുക്ക് ഒരു പ്രൊജക്ടറിലേക്ക് കൂടി അത് നമുക്ക് വളരെ ലഘുവായിട്ട് കാണിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ചിലവ് കുറഞ്ഞ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അത്. അതിന് വേണ്ടുന്നത് ഇതുപോലുള്ള ഒരു പോട്ടാണ്. ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലായില്ലേ? ഇത് ഒരു ഫിഷ് പോട്ടാണ്. കുറേ മുമ്പേ ഇതിലൊരു മത്സ്യം ഉണ്ടായിരുന്നു, അത് പോയപ്പോൾ വീട്ടിൽ വെറുതെ വെച്ചതാണ്. ഈ പോട്ട് വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചിന്ത. ഈ പോട്ടിൽ ശുദ്ധ വെള്ളം നിറച്ചാൽ ഇതൊരു ലെൻസായിട്ട് മാറും. അതായത് ഒരു കോൺവെക്സ് ലെൻസായിട്ട്. അപ്പം ചെറിയ വസ്തുക്കളെ വലുതാക്കുന്ന ഒരു ലെൻസാണ് കോൺവെക്സ്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം പോർന്നാൽ അതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശുദ്ധമായ വെള്ളമാണ് ഇത്. ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇത് കോൺവെക്സ് ലെൻസായി. അപ്പോൾ ഞാനിപ്പോൾ കൈ വെക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ വലിപ്പം കാണുന്നുണ്ടോ? അപ്പം ഇതിലേക്കൂടി നമ്മളൊരു വെളിച്ചം കടത്തി വിട്ടാൽ നമുക്ക് അത് വലുതായിട്ട് നമുക്ക് നമ്മളെ ഒരു ഭിത്തിയിലൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൊബൈൽ ഫോണിലുള്ള സിനിമയൊക്കെ നമുക്ക് രാത്രി കാലങ്ങളിൽ വളരെ വലുതായിട്ട് നമുക്ക് മുറിയുടെ ഉള്ളിലിരുന്നുകൊണ്ട് കാണാൻ സാധിക്കും. ഇതിന് വേണ്ടി നമ്മൾ ഇതിനെ ഒരു ബോക്സിൽ നമ്മളാക്കി വെക്കണം, അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതിലേക്ക് കടക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു പെട്ടിയാണ്. അതായത് നമ്മൾ ചപ്പലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു പെട്ടി. ഈ പെട്ടിയിൽ നമുക്ക് ഇതിനെയൊക്കെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതിനു വേണ്ടി ചെറിയ കട്ടിംഗ് ഒക്കെ നടത്തണം. ഇതുപോലെ നമ്മൾ ഈ മുൻഭാഗത്ത് കുറിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു ചെറിയ തെർമോകോളിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് നമ്മളിവിടെ ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് പ്രസ് ചെയ്ത് വെക്കും. ഇനി ഈ പാത്രം ഇവിടെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചേക്കും. ഇവിടെ ഇനി നമുക്ക് മറ്റൊരു ചെറിയൊരു തെർമോകോളിൻ്റെ ഷീറ്റ് എടുത്ത് അതിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ ഇതൊരു ചെറിയൊരു കേസിൻ ക്യാപ്പിൻ്റെ ഒരു കഷ്ണം ഇവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുള്ളൂ. അതായത് അവിടെ നമുക്ക് ഈ മൊബൈൽ കൃത്യമായിട്ട് ഇറക്കി വെക്കാൻ സാധിക്കും. യാതൊരു ഇതിലൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കാൻ സാധിക്കും. ഇപ്പോൾ അവിടെ നിന്നോളൂ വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്കത് ഈ സ്ഥലത്ത് ഇവിടെ ഈ പെട്ടിയുടെ ഇത് ഒരു 12 സെൻറ്റിമീറ്റർ ഇവിടുന്ന് അകലത്തിലായിക്കൊണ്ട് ഇതിവിടെ ഇങ്ങനെ വെക്കണം. 12 ഇതിങ്ങനെ താത്തു കൊടുത്താൽ മതി. 12 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇവിടെ കൃത്യമായിട്ട് മുമ്പിൽ നമുക്കിതിങ്ങോട്ട് മറ്റെടുക്കാൻ സാധിക്കും. ഇതുപോലെ ആ ഗ്യാപ്പിലവിടെ ഇട്ടുകൊടുത്താൽ മതി. നമുക്ക് അവിടെ നിന്നോളും. അതായത് ഇതിൻ്റെ ഒരു ഗുണം. നമ്മൾ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇത് ഇതായി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ അടച്ചു വെക്കാം. നമുക്ക് അതുപോലെ ഈ മൊബൈൽ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ, നമ്മൾ സിനിമയൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഭിത്തിയിൽ സ്ക്രീനിൽ നമുക്ക് വളരെ വലുതായിട്ട് ഈ സിനിമയൊക്കെ കാണാൻ സാധിക്കും. ഇതിലുള്ള ശബ്ദവും നമുക്ക് കേൾക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കും. വളരെ ഒരു
ചിലവുമില്ല. ഇങ്ങനത്തെ പണ്ടൊക്കെ ചെറിയ ബൾബ് ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്ത്. ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞാൽ വലിയൊരു ഫോട്ടോ എടുത്തിട്ട് കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് ഇതിൻ്റെ ഇമേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ലെൻസിലെ കൂടി പുറത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇമേജ് തല തിരിഞ്ഞിട്ടായിരിക്കും വരിക. അതുകൊണ്ട് നമ്മൾ തല തിരിച്ചിട്ടായിരിക്കണം നമ്മൾ മൊബൈൽ വെക്കേണ്ടത്. അപ്പം പിന്നെ ഒരാളുടെ തല മേലേക്ക് പകരം താഴെയായിരിക്കണം ഉണ്ടായിരിക്കണം. നിങ്ങൾ മാത്രമേ ഭിത്തിയിൽ വരുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് നേരെ ആ ഒരു ഇമേജിലേക്ക് നമുക്ക് പോകാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഈ മൊബൈൽ ഫോൺ പ്രൊജക്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.